കൃഷ്ണ. ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂര് ഇന്ന് പവിത്രമായ മകരമാസത്തിലെ ഈ ദിനത്തിൽ ഭക്തകോടികളുടെ ഹൃദയതാപം ശമിപ്പിക്കാനായിട്ട് അതിമനോഹരമായ രൂപത്തിലാണ് ഉണ്ണിക്കണ്ണൻ തെളിഞ്ഞു നിൽക്കുന്നത്. ഒരു ബാലരൂപത്തിൽ കൺമുന്നിൽ ഇങ്ങനെ തെളിയാണ്. ഭക്തന്റെ പ്രാർത്ഥന കേട്ട് കുമ്പിട്ട് നിൽക്കുന്ന കരുണാമയനായ സാക്ഷാൽ നാരായണനാണ് ഉണ്ണിക്കണ്ണനായിട്ട് ഇന്ന് ആ ബാലഭാവത്തിൽ ഗുരുവായൂരിന്ന് ഉള്ളത്. ഇന്നത്തെ അലങ്കാരത്തിൽ കണ്ണൻ ഒരു മിടുക്കനായിട്ടുള്ള ഒരു ഉണ്ണിക്കുട്ടനാണ്. കളഭത്താൽ നിർമ്മിതമായിട്ടുള്ള ആ ദേഹം ഇങ്ങനെ നല്ല തടിച്ചു ഉരുണ്ട് ഐശ്വര്യം തുളുമ്പുന്ന ഒരു ഉണ്ണിക്കണ്ണനാണ്. നെറ്റിയിൽ ചാർത്തിയിട്ടുണ്ട് സ്വർണ്ണഗോപി. അത് ആ തിലകം ജ്ഞാനത്തിൻ്റെ പ്രകാശത്തിനെയാണ് കാണിക്കുന്നത്. ചെവികളിൽ സ്വർണ്ണപ്പൂക്കളുണ്ട്, കഴുത്തിൽ മാങ്ങാമാലയുണ്ട്, പിന്നെ പീതാംബരമാണ് ചുറ്റിയിട്ടുള്ളത്. അരയിൽ പറ്റിപ്പിടിച്ചിട്ട് പട്ടുകോണ കണ്ട് ഭഗവാന്റെ കൈകളിൽ ഉള്ള വിശേഷം എന്താണെന്ന് വെച്ചാൽ അലങ്കാരത്തിൻ്റെ ജീവനാണ് ആ കൈകളിലിരിക്കുന്നത്. വലത് കൈയിൽ താമരപ്പൂവാണ്, അതായത് ഒരു തടാകക്കരയിൽ നിന്ന് ഇങ്ങനെ താമരപ്പൂവ് പറിച്ചെടുത്ത് കയ്യിൽ കരുതിയിരിക്കുന്ന പോലെയുള്ളൊരു ഭാവത്തിലാണ് ഉണ്ണിക്കണ്ണൻ നിൽക്കുന്നത്. താമര എന്ന് പറയുന്നത് ഒരു നിർമ്മലതയുടെ പ്രതീകം തന്നെയാണ്. ചേറിൽ വളർന്നിട്ടും ഒരില പോലും നനയാതെ നിൽക്കുന്ന താമര പോലെ സംസാര സാഗരത്തിൽ ജീവിക്കുമ്പോഴും ഭക്തിയിൽ അലിഞ്ഞു നിൽക്കണം എന്നുള്ള സന്ദേശമാണ് താമരപ്പൂവ് തരുന്നത്. ഇടത് കയ്യിലാവട്ടെ തൻ്റെ പ്രിയപ്പെട്ട ഓടക്കുഴൽ ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ടുണ്ട്. ജീവാത്മാവാകുന്ന മുളങ്കാടിനെ സംഗീത ആത്മകമാക്കാൻ ഭഗവാൻ എപ്പോഴും തയ്യാറാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആ ഓടക്കുഴൽ. കണ്ണൻ ഇങ്ങനെ താമര ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുന്ന ഒരു ഭാവത്തിലാണ്. ചെറുതായിട്ട് കാലുകളുടെ മുട്ടുകൾ ഇങ്ങനെ മടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ആത്മീയ രഹസ്യം, സാധാരണയായി വിശ്വരൂപനായി നിൽക്കുന്ന ഭഗവാൻ ഇന്ന് 2 കാൽമുട്ടുകളും മടക്കി ചെറുതായി ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുകയാണ്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് വാത്സല്യമായിട്ട് പറയാം. തൻ്റെ അടുത്തേക്ക് വരുന്ന കുഞ്ഞുങ്ങളെ എടുക്കാൻ വേണ്ടി കുനിയണ ഒരച്ഛൻ്റെയോ അമ്മയുടെയോ ഭാവം എന്നുള്ള രീതിയിൽ പറയാം. അല്ലെങ്കിൽ ഭക്തൻ ഭഗവാനിലേക്ക് എത്തുമ്പോൾ ഭഗവാൻ 10 അടി ഭക്തനിലേക്ക് ഇറങ്ങി വരണു എന്ന് കാണിക്കാനായിട്ട് നമുക്കത് പറയാം. ആ കുമ്പിട്ട് നിൽക്കുന്ന നിൽപ്പിൽ നമ്മുടെ സർവ്വ ദുഃഖങ്ങളും സമർപ്പിക്കാനുള്ള ഇടമുണ്ട്. പൊന്തള ചാർത്തിയ ആ തൃപ്പാദങ്ങൾ കാണുമ്പോൾ ഏതൊരു ഭക്തൻ്റെയും ശിരസ് അറിയാതെ ഇങ്ങനെ കുനിഞ്ഞുപോകും. പുഷ്പാലങ്കാരം പ്രകൃതിയുടെ പ്രണാമമായിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുക. തിരുമുടിയിൽ ചാർത്തിയ താമരമാലയും കഴുത്തിൽ തെച്ചിയും തുളസിയും താമരയും കൂടി ചേർത്തുള്ള ഉണ്ടമാലകളും പ്രകൃതി തന്നെ നമ്മുടെ ഭഗവാന് നൽകിയ പുഷ്പാർച്ചനയായിട്ട് നമുക്ക് കാണാം. ആ മാലകളുടെ സുഗന്ധത്തോടൊപ്പം നാരായണ മന്ത്രങ്ങളുടെ മാറ്റലിയും കൂടി ആവുമ്പോൾ ഉണ്ടല്ലോ, ഗുരുവായൂർ ഇങ്ങനെ വിശ്വപ്രകാശമായിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. താമരപ്പൂവ് പറിച്ചെടുത്ത ആ സന്തോഷം മുഴുവൻ ആ തിരുമുഖത്ത് ഇങ്ങനെ മന്ദഹാസമായിട്ട് വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ആ പുഞ്ചിരി മതി നമ്മുടെ ജന്മജന്മാന്തര പാപങ്ങളെല്ലാം കഴുകി കളയാൻ. വലത് കൈയിലെ താമരയും ഇടത് കൈയിലിങ്ങനെ മുരളിയായിട്ട് ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുന്ന ഗുരുവായൂർപുരവാസിയാണ് ഇന്ന് നമ്മുടെ ഉണ്ണിക്കണ്ണൻ. നമുക്ക് ആ പാതാരവിന്ദങ്ങളിൽ നമസ്കരിക്കാം, ധ്യാനിക്കാം. നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.